ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് നാം ചിന്തിക്കുന്നത് വിശുദ്ധിയെക്കുറിച്ചാണ്. ഒരു നിമിഷം ഈശോയുടെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ നമുക്ക് സമർപ്പിക്കാം, പരിപൂർണമായിട്ടും വിട്ടുകൊടുക്കാം. പ്രത്യേകിച്ച് ഇന്ന് വചനം കേൾക്കുമ്പോൾ ഈശോയുടെ വലിയ അഭിഷേകം നമ്മളിൽ നിറയാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ നമ്മളെ വിശുദ്ധീകരിക്കാൻ, ഈശോ നമ്മുടെ ജീവിതത്തിൽ ഇടപെടുവാൻ ഈ വചനം കേൾക്കുന്ന അനേകരെ കർത്താവിൻ്റെ വലിയ അഭിഷേകം നിറയാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. വലിയ വിടുതലുണ്ടാകുവാനായിട്ട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് കൈകെട്ടി ഈശോയുടെ ഈ രൂപത്തിൻ്റെ മുൻപിലാണ് നമ്മൾ ആയിരിക്കുന്നത്. ഈ രൂപം കാണുന്ന അനേകർക്ക് ദൈവത്തിൻ്റെ വലിയ വിശുദ്ധീകരണം സംഭവിക്കാൻ, അഭിഷേകം സംഭവിക്കാൻ, സൗഖ്യം സംഭവിക്കാൻ, കൃപകൾ നിറയാൻ, തടസ്സങ്ങൾ മാറാൻ, രോഗങ്ങൾ സുഖപ്പെടാൻ നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വാസത്തോടെ നമുക്ക് ഈ വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഈ വചനത്തിൻ്റെ അനന്ത യോഗ്യതയാൽ നമ്മൾ ഓരോരുത്തരും കൂടുതൽ നവീകരിക്കപ്പെടുവാൻ, അഭിഷേകമുള്ളവരായി തീരുവാൻ നമുക്ക് തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഹെബ്രായ ലേഖനം 12-ാം അധ്യായം 14-ാം വാക്യത്തിൽ പറയുന്നു, എല്ലാവരോടും സമാധാനത്തിൽ വർദ്ധിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവിൻ. വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ ദർശിക്കാൻ സാധ്യമല്ല. പ്രിയപ്പെട്ടവരെ, വിശുദ്ധിയാണ് ദൈവത്തെ കാണാനുള്ള ഏക മാർഗമെന്ന് പറയുന്നത്. ഇവിടെ വചനം പറയുക, വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ ദർശിക്കാൻ പറ്റത്തില്ല എന്ന്. ഏറ്റവും അത്യാവശ്യം നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധിയാണ്. നമ്മളെ വിശുദ്ധീകരിക്കുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ പദ്ധതി. അവിടുന്ന് നമ്മെ വിശുദ്ധിയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. നാം വിശുദ്ധീകരിക്കപ്പെടുമ്പോഴാണ് കർത്താവിന് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. കർത്താവിൻ്റെ തിരുസന്നിധിയിലായിരിക്കുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ വിട്ടുകൊടുക്കണം, നമ്മൾ നമ്മളെ തന്നെ സമർപ്പിക്കണം. നമ്മൾ ദൈവത്തിൻ്റെ വലിയ കൃപ നമ്മളിലേക്ക് വന്ന് നിറയണം. കർത്താവിൻ്റെ വചനം 1 തെസ്സലോനിക്ക 4:7 പറയുന്നു, അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. കണ്ടോ, എത്രയോ മനോഹരമായിട്ടാണ് കർത്താവ് സംസാരിക്കുന്നത്. അശുദ്ധിയിലേക്കല്ല അവിടുന്ന് നമ്മെ വിളിച്ചിരിക്കുന്നത്, വിശുദ്ധിയിലേക്കാണ് അവിടുന്ന് നമ്മെ വിളിച്ചിരിക്കുന്നത്. നമ്മൾ തിരിച്ചറിയണം, നമ്മുടെ ദൈവം പരിശുദ്ധനായ ദൈവമാണ്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും വിശുദ്ധിയിലേക്കാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്. കർത്താവിൻ്റെ സ്നേഹം നമുക്ക് അനുഭവിക്കണമെങ്കിൽ നമുക്ക് വിശുദ്ധി ഏറ്റവും അത്യാവശ്യമായ ഘടകമാണ്. പ്രിയപ്പെട്ടവരെ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 59-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകെ പോയിട്ടില്ല, കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്ദ്യം സംഭവിച്ചിട്ടില്ല. നിന്റെ അകൃത്യം നിന്നെയും ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു, നിന്റെ പാപങ്ങൾ അവിടുത്തെ മുഖം നിന്നിൽ നിന്ന് മറച്ചിരിക്കുന്നു. അതിനാൽ അവിടുന്ന് നിന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല. നിന്റെ കരങ്ങൾ രക്തപങ്കിലമാണ്, വിരലുകൾ അകൃത്യങ്ങളാൽ മലിനമായിരിക്കുന്നു. നിന്റെ അധരം വ്യാജം പറയുന്നു, നാവ് ദുഷ്ടത പിറുപിറുക്കുന്നു. കണ്ടോ, കർത്താവ് പറയുക, നമ്മുടെ പ്രാർത്ഥന കേൾക്കാതിരിക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം കടന്നു വരാതിരിക്കുന്നത് നമ്മുടെ പാവാവസ്ഥയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പാപങ്ങളെക്കുറിച്ച് യഥാർത്ഥമായി നമ്മൾ വിശുദ്ധീകരിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ കൃപയിലേക്ക് നമുക്ക് പ്രവേശിക്കുവാനായിട്ട് പറ്റുകയുള്ളൂ. കർത്താവ് പറയുന്നില്ലേ, മത്തായിയുടെ സുവിശേഷം 5:7 പറയുന്നില്ലേ, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണുമെന്ന്. നമ്മളെ വിശുദ്ധിയിലേക്ക് നയിക്കുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ പദ്ധതി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നമ്മൾ നമ്മളെ തന്നെ സമർപ്പിക്കണം, നമ്മൾ നമ്മളെ തന്നെ വിശുദ്ധീകരിക്കണം, നമ്മൾ നമ്മളെ തന്നെ വിട്ടുകൊടുക്കണം. അതിലൂടെയാണ് കർത്താവിൻ്റെ ശക്തിയും കൃപയും നമുക്ക് പ്രകടമാകുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. ജോഷുവയുടെ പുസ്തകം 3:5 നമ്മൾ ഇപ്രകാരം വായിക്കുന്നില്ലേ, കർത്താവ് പറയുകയാണ്, ജോഷുവ 3:5, ജോഷുവ ജനത്തോട് പറഞ്ഞു, നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ, നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമെന്ന്. അപ്പോൾ ദൈവം നമ്മളെ വിശുദ്ധീകരിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നു, നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ വിശുദ്ധീകരണമാണ്, പാപങ്ങളിൽ നിന്നുള്ള മോചനമാണ് ദൈവം ആഗ്രഹിക്കുന്നത്.
സക്കീയോസിൻ്റെ ജീവിതത്തിൽ വിശുദ്ധീകരണം സംഭവിച്ചപ്പോഴാണ് കർത്താവിൻ്റെ സമാധാനം ആ കുടുംബത്തിലേക്ക് കടന്നു വന്നത്. അന്ധനായ ബർത്തിമേയോസ് യേശുവിൻ്റെ അടുക്കിലേക്ക് കടന്നു വന്നപ്പോൾ പുറംകുപ്പായം വലിച്ചെറിഞ്ഞു. അപ്പോഴാണ് അവന് സൗഖ്യത്തിൻ്റെ അനുഭവം കടന്നു വന്നത്. പ്രിയപ്പെട്ടവരെ, ഈ വചനം ശ്രവിക്കുമ്പോൾ നമ്മെ തന്നെ നമുക്ക് ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ വിശുദ്ധീകരണം ദൈവം ആഗ്രഹിക്കുന്നു. നമ്മളെ പൂർണ്ണമായും നമ്മൾ ദൈവത്തിൻ്റെ ആക്കി മാറ്റുവാൻ, ദൈവത്തിൻ്റെ വിശുദ്ധിയിലേക്ക് നമ്മളെ തന്നെ ചേർത്ത് വയ്ക്കുവാൻ, കർത്താവിൻ്റെ അനുഗ്രഹത്തിലേക്ക് നമ്മളെ വിട്ടുകൊടുക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. അതുപോലെ പ്രിയപ്പെട്ടവരെ, മർക്കോസ് 11:24 പറയുന്നു, അതിനാൽ ഞാൻ പറയുന്നു, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നവന് എന്ത് ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് ക്ഷമിക്കുവിൻ. അപ്പോൾ സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകളും ക്ഷമിക്കും. അപ്പോൾ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ ഒന്നാകണം. അതുപോലെ സഹോദര ബന്ധത്തിൽ നമ്മൾ ഒന്നാകണം. എന്നിട്ട് പ്രാർത്ഥിക്കുമ്പോഴാണ് കർത്താവിൻ്റെ കൃപ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. കർത്താവ് നമ്മളെ ഈ വചനത്തിലൂടെ നമ്മളെ ഒരുക്കുകയാണ്. ദൈവവുമായിട്ട് നമ്മൾ ഒന്നാകണം. അതുപോലെ തന്നെ സഹോദര ബന്ധത്തിൽ നമ്മൾ ഒന്നാകണം. നമ്മൾ ഏതെങ്കിലും രീതിയിൽ വെറുപ്പിൻ്റെ മേഖലകളൊക്കെ ഉണ്ടെങ്കിൽ അത് വിട്ടുകൊടുക്കുവാൻ, വിശുദ്ധീകരിക്കുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കണം. അതായത് ദൈവഹിതം തിരിച്ചറിഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പോഴാണ് കൂടുതൽ കൃപ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ഈ ഒരു അനുഗ്രഹത്തിനായിട്ട് നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഈ സമയം നമുക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധീകരിക്കപ്പെടേണ്ട മേഖലകളെ കർത്താവിൻ്റെ തിരുരക്തത്താൽ കഴുകപ്പെടുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. വെറുപ്പിൻ്റെ, വിദ്വേഷത്തിൻ്റെ മേഖലകളിൽ നിന്ന് കർത്താവ് വചനം കേൾക്കുമ്പോൾ അനേകരെ വിടുവിക്കുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ അഭിഷേകം എല്ലാ മക്കളിലും നിറയട്ടെ. കർത്താവിൻ്റെ കൃപ എല്ലാ മക്കളിലും നിറയട്ടെ. കർത്താവ് എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.